ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പനീർ കറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. പനീർ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. വളരെ ഡെലീഷ്യസ് ആണ്. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തി, നാൻ, സാധാരണ ചോറിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. പനീർ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ കറി ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് എണ്ണ മതി. പിന്നെ ഇതിലേക്ക് ഒരു ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. വളരെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു അടിപൊളി ഗ്രേവിയാണ്. അപ്പോൾ ഈ ഫ്രൈഡ് പനീർ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 100 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പനീർ ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. സൺഫ്ലവർ ഓയിലിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ വെച്ച് കൊടുക്കുക. എല്ലാം നിരത്തി വെച്ചതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. താഴത്തെ ഭാഗം നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്യണം. അതിനുശേഷം ഇത് മറിച്ചിടാം. നമുക്ക് 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം മറിച്ചിടാം. അപ്പോൾ ഇനി അടുത്ത സൈഡും കൂടി നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കുക്ക് ചെയ്യാം. ഇത് മീഡിയം ഹീറ്റിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. ലോ ഹീറ്റിലും ചെയ്യരുത്, ഹൈ ഹീറ്റിലും ചെയ്യരുത്. ഇപ്പോൾ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി ഈ പാനിലേക്ക് തന്നെ സെയിം എണ്ണയിൽ പൊടിയായിട്ട് ചോപ്പ് ചെയ്ത് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് എരിവിന് വേണ്ട പച്ചമുളക് ഇതുപോലെ തന്നെ വളരെ പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. 1 മിനിറ്റ് ഇതൊക്കെ ഒന്ന് സോട്ടാവുന്നത് വരെ വഴറ്റിക്കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. സവാളയൊക്കെ പെട്ടെന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് ഇതിലേക്ക് തൂവി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. സവാളയൊക്കെ പെട്ടെന്ന് സോട്ടായി കിട്ടും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യുക. സോയാ സോസ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് സ്പൈസിയാണ് ഈ കറി. എരിവ് കൂടുതൽ വേണ്ട എന്നുള്ളവർ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താലും മതിയാവും. അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സും ചേർക്കാം. കാശ്മീരി ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഞാനിപ്പോൾ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ലോ ഹീറ്റിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുള്ളതുകൊണ്ട് റെഡ് ചില്ലി സോസ് ഞാൻ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ടൊമാറ്റോ ഒന്നും ചേർക്കുന്നില്ല. ഈ ടൊമാറ്റോ സോസ് മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. കാരണം നമ്മൾ സോസ് ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് ഇതിന് ഉണ്ടാവും. നമ്മൾ ആദ്യമേ കുറച്ച് ഉപ്പ് സവാളയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയുമായിട്ട് നന്നായിട്ട് അഴിപ്പിച്ചെടുക്കണം. മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടിത് തിളക്കുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. ഈ ഗ്രേവി തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കമൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്യാം. കൂടുതലങ്ങോട്ട് ക്യാപ്സിക്കം വെന്ത് പോകേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്ന് കുക്കാകണം. അതുകൊണ്ടൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി എല്ലാം തുറന്ന് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിയൊക്കെ ഒന്ന് പെട്ടെന്ന് തിക്കാകാൻ വേണ്ടിയിട്ടും നല്ലൊരു ഗ്ലേസിങ് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 കപ്പ് കോൺ സ്റ്റാർച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ
കോൺഫ്ലവർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഗ്രേവി നന്നായിട്ട് തിക്കായി വരും, പെട്ടെന്ന് തന്നെ തിക്കാകും. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നിങ്ങൾക്ക് പുതിനയിലയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പിന്നെ സ്പ്രിംഗ് അണിയനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പനീർ കഷ്ണങ്ങളിൽ ഗ്രേവി നന്നായിട്ട് പൊതിയുന്നത് വരെ വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്യുക. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. പനീർ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പൊതിയുന്ന പാകത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിക്കൊടുത്ത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ ഫ്രൈഡ് പനീർ ചില്ലി കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിനും ചപ്പാത്തിക്കും നാനിനൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ അടിപൊളി പനീർ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് പനീർ ചില്ലി കറിയാണ് കേട്ടോ ഇത്. ഇതൊരു വെറൈറ്റി കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.